കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തിരിച്ചു വരുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. നാളെ വന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് പ്രതീക്ഷിച്ച ഇപ്പൊ ധൈര്യമായി നിൽക്കേണ്ടത് അർജുൻ? എന്റെ പ്രതീക്ഷയെല്ലാം പാഴായി പോയി. എന്റെ സ്വപ്നങ്ങളെല്ലാം കണ്ണീരായി പോയി. അവരുടെ എല്ലാം ആശ നിരാശയായി പോയി. ഇപ്പൊ ഞാൻ അവരോട് എന്ത് പറഞ്ഞാലും അവരുടെ വേദന കൂടുന്നതല്ലാതെ അവർക്ക് ധൈര്യം കൊടുക്കുന്നത് പോലെ ആവില്ല. ഒരിക്കലും ആവില്ല. താൻ പറഞ്ഞത് ശരി തന്നെ. ഇയാളുടെ വേദന എനിക്ക് മനസ്സിലാവും. അവരുടെ ആശയപ്പം നിരാശയായി. പക്ഷെ ഇയാൾക്കൊരു ലക്ഷ്യമില്ലേ? ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ലക്ഷ്യം ചിലർക്കേ ഉണ്ടാവൂ. ആഗ്രഹത്തെക്കാൾ വലുത് ലക്ഷ്യമാണ്. നോക്ക് ഭവാനി, ഇയാളുടെ ചേട്ടൻ അദ്ദേഹത്തിന് വേണ്ടിയല്ല ജീവിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് ഇത്രയും കാലം ജീവിച്ചത്. ആ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടു. അവസാനം അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പണയം വെച്ച് എന്തൊക്കെയോ നേടണമെന്ന് ആഗ്രഹിച്ചു. ഇയാളുടെ ചേട്ടൻ ഡയറിയിൽ എഴുതിയിരുന്നൊക്കെ ഇയാൾക്ക് അറിയാവുന്നതല്ലേ? അത് മനസ്സിലാക്കിയതിനു ശേഷവും ഇയാളിങ്ങനെ ഒന്നും അറിയാത്തതുപോലെ പെരുമാറിയാൽ എങ്ങനെയാ? അദ്ദേഹത്തെ കൊണ്ട് സാധിക്കാത്തത് ഇയാളെ കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. അദ്ദേഹം മനസ്സിലാക്കിയ രഹസ്യങ്ങൾ ഇയാൾ നക്ഷത്രത്തിന്റെ പേരിൽ ബന്ധനം ചെയ്തു വെച്ചത്. അതിന്റെ മീനിങ് എന്താ? അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇയാൾ നിറവേറ്റണമെന്നല്ലേ? അതിനുവേണ്ടി ഇയാൾ ശ്രമിക്കേണ്ടത്. ആഗ്രഹം എന്നത് ഇയാളുടെ മാത്രം കാര്യമാണ്. പക്ഷെ ചേട്ടന്റെ ലക്ഷ്യം ഇയാൾ നിറവേറ്റിയാൽ അത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടാവും. ഇയാളുടെ ചേട്ടൻ മരിച്ചു പോയതിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരില്ലേ? അവർക്കൊക്കെയുള്ള ഇയാളുടെ മറുപടി ആയിരിക്കണം ഇയാളുടെ ഓരോ പ്രവർത്തനങ്ങളും. ഇയാളിപ്പോൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. അത് മാത്രം.
ആ ചേട്ടാ, ചേട്ടന്റെ മോൻ മരിച്ചെങ്കിലും ചേട്ടന്റെ അനിയത്തിന്റെ മോൻ ജീവനോടുണ്ടല്ലോ. പിന്നെന്തിനാ ചേട്ടൻ വിഷമിക്കുന്നത്? വിഷമിക്കില്ലേ മാമ, മാമന് ഞാനുണ്ട്. വിഷമിക്കാതിരിക്കും മാമ. അളിയ കുറച്ചു നേരോട് കഴിഞ്ഞാൽ രാഹുല. ആ സമയത്ത് ബോഡി എടുക്കുന്നത് അത്ര നല്ലതല്ല. മുഹൂർത്തത്തിന് കൊണ്ടുപോയാലേ ആത്മാവിന് ആത്മശാന്തി കിട്ടൂ. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യളിയാ. ഏട്ടാ, കൃഷ്ണ, മോനെ ആദിത്യ, എനിക്ക് തലവേദനിക്കുന്നെന്ന് പറഞ്ഞാൽ പോലും നിനക്ക് സഹിക്കാനാവില്ല. അങ്ങനെയുള്ളപ്പോ ജീവിതകാലം മുഴുവൻ എനിക്ക് വേദന തരാൻ നിനക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? സമയം ഒരുപാടായി കൃഷ്ണനാഥ പണിക്കരെ, വേഗം കൊണ്ടുപോവാൻ നമുക്ക്. ഇങ്ങനെ കരയാതളിയാ. ആ പൂജാരി ആരംഭിച്ചോളൂ. തുടങ്ങിക്കോളൂ, വായിച്ചോളൂ. അച്ഛാ, വിഷമിക്കാതളിയാ, വരൂ.
മോനെ ആദിത്യ, എന്റെ ഈ കൈ പിടിച്ചല്ലടാ നീ പിച്ച വെച്ച് നടന്നത്. എന്റെ തോളിലിരുത്തിയല്ലടാ നിന്നെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയത്. ഇപ്പൊ അതേ തോളിലേന്തി എനിക്ക് നിന്റെ ചിതയിലേക്ക് എടുക്കേണ്ടി വന്നല്ലോടാ. കരയാതെ മോളെ, വിഷമിക്കാതെ. നിക്ക്. നിന്റെ അനുതാപോ സഹതാപോ ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. സത്യം പറ, ശരിക്കും നീ ആരാടി? മല്ലി ആരാന്ന് ഇതുവരെ നിനക്കറിയത്തില്ലയോ? നന്നായിട്ടറിയാം. ഇവളെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ടറിയാം. എന്നിവളെ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങി നമ്മുടെ കഷ്ടകാലം. നീ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷോ ഇവിടെ ഉള്ള എല്ലാവർക്കും കഷ്ടകാലം തുടങ്ങിയത്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് എന്ത് കഷ്ടമുണ്ടായിന്ന്? ആഹാ, ഇങ്ങോട്ട് നോക്ക്. നീ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷോ നല്ല അരുമയോടെ വാത്സല്യത്തോടെ വളർത്തിയ ഞങ്ങളുടെ ഭവാനിക്ക് തീ കൂടെ നടക്കേണ്ടി വന്നത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ ഭർത്താവിന് ചാട്ടവാറടി വാങ്ങേണ്ടി വന്നു. ആദ്യം എന്റെ ചേട്ടന് പക്ഷാഘാതം, അതിനുശേഷം എന്റെ ഭർത്താവിന് പക്ഷാഘാതം.
ഇപ്പൊ എന്റെ ചേട്ടന്റെ മോനെ ചുടുകാട്ടിലേക്ക് എടുത്തോണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് നിന്റെ മനസ്സിൽ യാതൊരു വിഷമവും തോന്നില്ലേ? എന്തിനാടി ഇങ്ങനെ നോക്കുന്നത്? നിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ഞാൻ കൈ തരും, സൂക്ഷിച്ചോ. ഒരാളുടെ ജീവൻ പോയതിൽ അല്പം പോലും വിഷമമില്ലാതെ എന്തിനാടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താമ്മേ, ഞാൻ വഴക്കുണ്ടാക്കുന്നത് പോലെ തോന്നുന്നു? ഇതൊന്നും വഴക്കല്ല. നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള ഈ ശനിയെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ്. ഇവള് വീട്ടില് കാലെടുത്ത് വെച്ചോണ്ടാ കൗസല്യക്ക് അവളുടെ താലി നഷ്ടമായത്. ഇവളുടെ ഈ കരച്ചില് കണ്ടിട്ടെങ്കിലും ഞങ്ങളെ വിട്ടിട്ട് പോണോന്ന് നിനക്ക് തോന്നുന്നില്ലേ? പൊന്നുപോലെ ഇരുന്ന് എന്റെ ആങ്ങളയുടെ മോൻ ഇന്ന് മരിച്ചു പോവുകയും ചെയ്തു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് മുതല് 10 ദിവസത്തേക്ക് ഇത് മരണം നടന്ന വീടാ. ഇപ്പൊ തന്നെ പോയാ ഞങ്ങക്ക് സന്തോഷാവും. പൊയ്ക്കോ ഇവിടുന്ന്. ഇങ്ങനൊരവസ്ഥയില് ഭവാനിയും ഈ വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകുന്നത്? എന്താടി ഇനി എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഞങ്ങക്ക് തീണ്ടലാന്ന് പറഞ്ഞില്ലേ? മര്യാദക്ക് ഇവിടുന്ന് പോ. നിങ്ങൾക്ക് തീണ്ടലാണെങ്കിൽ എനിക്കും തീണ്ടല് തന്നെയാ ചേച്ചി. എന്താ? ഞങ്ങളുടെ വീട്ടിലൊരാൾ മരിച്ച നിനക്കെങ്ങനെയാടി തീണ്ടല് വരുന്നേ? നീ മരിച്ചവന്റെ കൂടെ ജനിച്ചവളാണോ അതോ എന്റെ കൂടെ ജനിച്ചവളാണോ? പറയ്. എനിക്ക് അഭയം തന്ന വീട്ടുകാരോട് എനിക്കൊരു കൂറുണ്ട് ചേച്ചി, അതുകൊണ്ട് ഞാൻ പോവില്ല. എനിക്ക് സഹായം ചെയ്തവരുടെ കഷ്ടത്തിലും നഷ്ടത്തിലും ഒക്കെ ഞാനും കൂടെ കാണും ചേച്ചി. അമ്മേ, അമ്മ കേട്ടോ? കേട്ടില്ലേ? ഇപ്പൊ ഇവള് എന്താ പറഞ്ഞേ നമ്മ കേട്ടില്ലേ? ഇപ്പൊ അവള് പറയുന്നു കഷ്ടത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേരുമെന്ന്. നാളെ ഒരു സമയത്ത് നമ്മുടെ സ്വത്തിലും സമ്പത്തിലും ഒക്കെ പങ്കുവേണോന്ന് പറയുമല്ലോ. ജലജെ, മിണ്ടാതിരിക്കും. മല്ലിയുടെ കാര്യത്തിൽ ഇടപെടുന്നത് നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞു. മല്ലി, കൗസല്യം കൂട്ടി അകത്തേക്ക് പോമോളെ. ആ, എപ്പോഴും എന്റെ വായ അടയ്ക്കാൻ നോക്കുന്നേ. നിങ്ങൾക്കില്ലാത്ത പ്രശ്നം എനിക്കെന്തിനാ? ഇവളെ കൂടെ തന്നെ നിർത്തിക്കോ. എന്നെങ്കിലും ഒരിക്കൽ സത്യം എന്താണെന്ന് നിങ്ങൾ തന്നെ അറിയും. അതപ്പം നോക്കിക്കൊള്ളാം. മല്ലി, എന്താ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ബാ, നീ മോളെ. ആ വാ മോളെ. മോനെ, ഈ കുട എടുക്ക.
മോനെ വന്ന് ചിത കൊളുത്ത്. അച്ഛ 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 മുഷി